ഹായ് ദയർ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് പെൻഡിങ് IO കാൾബാക്ക് സ്പേസിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, അതായത് പെൻഡിങ് ആയിട്ട് കിടക്കുന്ന IO കാൾബാക്സ്. ജസ്റ്റ് ഫോർ എക്സാമ്പിൾ, പെൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഒരു കാൾബാക്ക്, നമ്മളിപ്പം ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻ, ഒരു ക്ലൗഡിൽ നിന്ന് വരുന്ന ഒരു ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻ നടക്കുവാണെന്ന് വിചാരിക്കുക. ഓക്കെ, സോ ഇങ്ങനെ നടക്കുന്ന ഓപ്പറേഷൻസ്, അതിൻ്റെ ആ ഒരു എക്സിക്യൂഷൻ, അതിൻ്റെ കാൾബാക്സ് ഒക്കെ നടക്കുന്നത് നമ്മൾ നേരത്തെ ടിക്കിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ? അപ്പം ആദ്യത്തെ ടിക്കിൽ എന്ത് ചെയ്യുന്നു, ഈ ഡാറ്റ ഗെറ്റ് ചെയ്യുന്നു, എന്നിട്ട് അതിൻ്റെ IO കാൾബാക്കുകൾ നമ്മൾ എന്ത് ചെയ്യുന്നു, രണ്ടാമത്തെ ടിക്കിൽ പെർഫോം ചെയ്യുന്നു. ഓക്കെ, സോ എന്താണ്, നേരത്തെ നടന്നിട്ടുള്ള ഇൻപുട്ട് ഔട്ട്പുട്ടിൻ്റെ കാൾബാക്കുകൾ രണ്ടാമത്തെ ടിക്കിൽ, അതായത് ആദ്യത്തെ ടിക്കിൽ നടക്കുന്ന ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻ്റെ കാൾബാക്കുകൾ എന്ത് ചെയ്യുന്നു, രണ്ടാമത്തെ ടിക്കിൽ നടക്കുന്നു, അല്ലെങ്കിൽ രണ്ടാമത്തെ ഫേസിൽ നടക്കുന്നു. ഓക്കെ, സോ അതിൻ്റെ ഒരു എക്സാമ്പിളാണ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. സോ ഇതിൻ്റെ അകത്ത് ഇവിടെ മെയിനായിട്ട് കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ എന്താണ്, ഇവിടെ നിങ്ങൾക്ക് പെൻഡിങ് IO കാൾബാക്ക് എന്ന് കാണാം. എന്നിട്ട് ഇതിൻ്റെ ഒരു സാമ്പിൾ കോഡ് കൊടുത്തിട്ടുണ്ട്. ഈ കോഡ് നമുക്ക് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. അതിന് മുമ്പ് ഇത് നിങ്ങൾക്ക് ഇവിടെ ഇതൊന്ന് ജസ്റ്റ് സൂം ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, സോറി, ഇത് ഫോൾ ഫേസ് ആണ്, ഞാൻ ജസ്റ്റ് ഒന്ന് സൂം ചെയ്യുവാണ്. ഓക്കെ, സോ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും, പെൻഡിങ് IO കാൾബാക്ക് ഫേസ് is responsible for executing callback of IO operations that were deferred from the previous tick. എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞു തന്നെ, നേരത്തെ നടന്നിട്ടുള്ള ഒരു ടിക്കിൽ കിടക്കുന്ന എന്തെങ്കിലും പെൻഡിങ് ആയിട്ട് കിടക്കുന്ന കാൾബാക്കുകൾ ഉണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു IO ഓപ്പറേഷൻ നടന്നു, അതിൻ്റെ കാൾബാക്സ് എന്തെങ്കിലും പെൻഡിങ് ആയിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ, അതായത് ഫ്രം പ്രീവിയസ് ടിക്കാണ്, അതായത് നമ്മൾ ടിക്ക് എന്താണെന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു, ഓരോ ഐട്രേഷനെയാണ് ടിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ അകത്ത് എന്തെങ്കിലും കാൾബാക്സ് പെൻഡിങ് ആയിട്ട് കിടക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളൊരു ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻ നടത്തുവാണ്. ജസ്റ്റ് ഫോർ ആൻ എക്സാമ്പിൾ, നമ്മളൊരു ടെക്സ്റ്റ് ഫയൽ റീഡ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻ നടത്തുവാണ്. അപ്പം അതിൻ്റെ ആദ്യത്തെ ടിക്കിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻ നടക്കുന്നു, അത് സക്സസ്ഫുള്ളായി. എന്നിട്ട് അതിൻ്റെ എന്തെങ്കിലും കാൾബാക്ക് പെൻഡിങ് ആയിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ അത് രണ്ടാമത്തെ ടിക്കിൽ അല്ലെങ്കിൽ അതിനുശേഷം വരുന്ന ടിക്കിൽ എക്സിക്യൂട്ട് ചെയ്യുന്നു. ഓക്കെ, ഇതിനാണ് പെൻഡിങ് IO കാൾബാക്സ് എന്ന് പറയുന്നത്. ഓക്കെ, പെൻഡിങ് ഇൻപുട്ട് ഔട്ട്പുട്ട് കാൾബാക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ഒരു എക്സാമ്പിളും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇഫ് DNS റെസൊല്യൂഷൻ ഓർ എ ഫയൽ IO ഓപ്പറേഷൻ വാസ് പെർഫോംഡ് ഇൻ ദിസ് പ്രീവിയസ് സ്റ്റേജ്, ഇറ്റ്സ് കാൾബാക്ക് വുഡ് ബി എക്സിക്യൂട്ടഡ് ഇൻ ദിസ് ഫേസ്. എന്ന് പ്രത്യേകിച്ച് ഒന്നുമില്ല, നേരത്തെ പറഞ്ഞ അതേ കണ്ടന്റ് തന്നെയാണ്. നേരത്തെ നടന്നിട്ടുള്ള എന്തെങ്കിലും IO ഓപ്പറേഷൻ്റെ കാൾബാക്ക് എന്തെങ്കിലും പെൻഡിങ് ആയിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ എന്ത് ചെയ്യും, അതിൻ്റെ കാൾബാക്കുകൾ അതിനുശേഷം വരുന്ന ടിക്കിലായിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പം ഈ ഒരു പ്രോഗ്രാം നമുക്ക് ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, സോ ഞാനിവിടെ ജസ്റ്റ് വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഓപ്പൺ ചെയ്യാനായിട്ട് പോകുവാണ്. ഓക്കെ, സോ ഈ ഒരു ഇതിന് ശേഷം പഠിക്കാനുള്ള കണ്ടൻറ്റാണ്. ഓക്കെ, ഞാൻ ജസ്റ്റ് റിമൂവ് ചെയ്യുവാണ്. എന്നിട്ട് നമുക്കിവിടെ എന്താണ് ചെയ്യുന്നത്, കാൾബാക്കുകൾ എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യുന്നതെന്ന് ജസ്റ്റ് ഒന്ന് ക്രിയേറ്റ് ചെയ്യുക. അതായത് പെൻഡിങ് ആയിട്ട് കിടക്കുന്ന IO കാൾബാക്കുകൾ എക്സിക്യൂട്ട് ചെയ്യുന്നതിൻ്റെ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഓക്കെ, സോ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ബേസിക് പ്രോഗ്രാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പ്രോഗ്രാമിൽ എന്ത് ചെയ്യുന്നു, example.txt ഫയൽ, അതുപോലെ തന്നെ എൻ്റെ UTF-8, അതിനുശേഷം ഈ എറർ കൊടുക്കുന്നു, അതുപോലെ തന്നെ ഡാറ്റ കൊടുക്കുന്നു. ഓക്കെ, സോ ഇതിൻ്റെ അത് ആക്ച്വലി നടന്നിരിക്കുന്നത് എന്താണ്, നമ്മൾ നേരത്തെ ഇതുപോലെ ഡാറ്റ, അതായത് FS ഫയൽ സിസ്റ്റം ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ആൾറെഡി ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് ഈ ഒരു പ്രോഗ്രാം നിങ്ങൾക്ക് തന്നെ, ഇപ്പം ഞാനിവിടെ കാണിച്ചിരുന്ന വെറുതെ ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് ചെയ്ത് നോക്കാവുന്ന ഒരു കാര്യമുള്ളൂ. ഓക്കെ, ഇവിടെ FS എന്ന് പറഞ്ഞു, നേരത്തെ ഫയൽ സിസ്റ്റം നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത്, അതിൻ്റെ യൂസേഴ്സ്, അതിൻ്റെ ഡെഫിനിഷൻസ്, കാര്യങ്ങളെല്ലാം എല്ലാം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. നിങ്ങളിതുപോലെ ലൈബ്രറീസിനെ കുറിച്ച് പേടിക്കേണ്ട ആവശ്യമില്ല, കാരണം നമുക്ക് എല്ലാ ലൈബ്രറീസും പഠിക്കുക എന്നുള്ളത് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. ഇൻ കേസ് Node.js-ൻ്റെ ഒപ്പം വരുന്ന ലൈബ്രറീസ് ആണെങ്കിൽ പോലും അത് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രൊജക്റ്റ് ചെയ്യുവാണ്, ആ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ അതിനൊരു പെട്ടെന്നൊരു ലൈബ്രറി ആവശ്യം വരുവാണ്. ഈ ലൈബ്രറിനെ കുറിച്ച് എങ്ങനെ പഠിക്കാം എന്നുള്ള കാര്യം നമ്മൾ നോഡ് പാക്കേജ് മാനേജറിനെ കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ പഠിക്കുന്നതായിരിക്കും. അതായത് എങ്ങനെയാണ് ഇതിൽ പുതിയ ലൈബ്രറീസ് കണ്ടുപിടിക്കുന്നത്. ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ, ഒരു സെർവറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് പോകുവാണ്. അതിന് പറ്റിയ ലൈബ്രറീസൊക്കെ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. ഇനി ലൈബ്രറീസ് കിട്ടിയ ഒരുപാട് തൗസൻഡ്സ് ഓഫ് ലൈബ്രറീസ് ഉണ്ട്. അപ്പം ഈ ലൈബ്രറീസിനെ കുറിച്ച് മൊത്തം കാണാപ്പാടാണ് പഠിച്ചിരിക്കുക എന്ന് പറഞ്ഞത് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഈ ലൈബ്രറീസിനെ കണ്ടുപിടിച്ച് കഴിയുമ്പം ഈ ലൈബ്രറീസ് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളത് നമ്മുടെ ആ ഒരു ലൈബ്രറീസിൻ്റെ അത് ആ ലൈബ്രറീസിൻ്റെ ഡോക്യുമെൻറ്റേഷൻ കൊടുത്തിട്ടുണ്ടായിരിക്കും. നമ്മൾ Node.js-ലും ഇതുപോലെ Node.js-ൻ്റെ ഡോക്യുമെൻറ്റേഷൻ ഉണ്ട്. Node.js-ൻ്റെ ഡോക്യുമെൻറ്റേഷൻ നിങ്ങൾക്ക് ബേസിക് ആയതുകൊണ്ട്, നിങ്ങൾ ബിഗിനർ ആയതുകൊണ്ട് പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. കാരണം
അത് അഡ്വാൻസ്ഡ് യൂസേഴ്സിന് കുറച്ച് കാൾ ബാക്കുകളും IO ഓപ്പറേഷൻസ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ അല്ല ഇതുപോലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പഠിപ്പിക്കുന്ന രീതിയിലല്ല അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാകണമെന്നില്ല. അപ്പം ആ ഒരു ഇത്തരത്തിൽ കുറച്ച് നിങ്ങൾ കുറേയും കൂടി അഡ്വാൻസ്ഡ് ആയി കഴിഞ്ഞിട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവത്തുള്ളൂ. ഓക്കെ, സോ അത് നോട്ട് പാക്കേജ് മാനേജറൊക്കെ എത്തുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാകാറാകും. അപ്പം ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ ഓരോ പുതിയ ലൈബ്രറീസ് കണ്ടുപിടിക്കുന്നത്. ഈ ലൈബ്രറീസിൻ്റെ കോഡ് നമ്മൾ ഏത് രീതിയിലാണ് കോഡ് ചെയ്യേണ്ടത്, ഇത്തരം കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നമുക്ക് AI ടൂൾസൊക്കെ ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് കുറേയും കൂടി ഈസി ആയിട്ടുണ്ട്. എങ്കിലും പുതിയ ലൈബ്രറീസ് ഒന്നും AI ടൂൾസിൽ നമുക്ക് ഡിപ്പെൻഡ് ചെയ്ത് മാത്രമേ ഇരിക്കാൻ പറ്റത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ദിവസം പുതിയ ലൈബ്രറീസ് വന്നുകൊണ്ടാണ് ഇരിക്കുന്നത്. അതായത് മേ ബി പഴയ ലൈബ്രറീസിന് അപ്ഡേഷൻ വരെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇഷ്ടംപോലെ. കാരണം ഇതെല്ലാം ഇൻഡിപെൻഡൻറ്റ് ഡെവലപ്പേഴ്സ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാനൊരു ലൈബ്രറി പബ്ലിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് അതിൻ്റെ അകത്ത് പുതിയൊരു ഫീച്ചർ കൊണ്ടുവരണം, ഇല്ലെങ്കിൽ അതിൻ്റെ അകത്ത് സെക്യൂരിറ്റി ഇഷ്യൂ എന്തെങ്കിലും ഞാൻ കണ്ടുപിടിച്ചു, ഞാൻ അതിൻ്റെ അകത്ത് പുതിയൊരു ഫീച്ചർ കൊണ്ടുവരുമ്പോൾ എന്ത് ചെയ്യും, ഞാൻ ആ ഒരു ലൈബ്രറിക്ക് പുതിയൊരു അപ്ഡേഷൻ പുറത്തു വിടും. ഓക്കെ, സോ ഇങ്ങനെ അപ്ഡേഷനൊക്കെ പുറത്തു വിടുമ്പം അത് ആ ടൈമിൽ തന്നെ ChatGPTയിൽ അപ്ഡേറ്റ് ആവണം, അല്ലെങ്കിൽ ജെമിനിയിൽ അപ്ഡേറ്റ് ആകണം എന്നൊരു കാര്യം നമുക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ല. അപ്പം നിങ്ങൾ തന്നെ നോർമലി കണ്ടുപിടിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ പഠിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഒരു ഇൻഡസ്ട്രി ലെവലിൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം നമ്മുടെ ക്ലയൻസിന് പ്രൊജക്റ്റ് ചെയ്ത് കൊടുക്കുമ്പം അതിൻ്റെ അകത്ത് സെക്യൂരിറ്റി ഹോൾസ് ഉണ്ടാകില്ല, അവിടെ നഷ്ടം വരുന്ന ക്ലയൻസിനാണ്. അപ്പം അതിൻ്റെ നഷ്ടം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഉത്തരവാദിത്വം നിങ്ങൾ വർക്ക് ചെയ്യുന്ന കമ്പനിക്കായിരിക്കും ഉണ്ടായിരിക്കുന്നത്. അപ്പം അതിൻ്റെ നോർമലി അതിൻ്റെ ഇഷ്യൂസ് എല്ലാം നിങ്ങൾ തന്നെ ഫേസ് ചെയ്യേണ്ടി വരും. ഓക്കെ, സോ അത്തരം കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യാനായിട്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്നത് നമ്മളിപ്പോൾ Node.jsൻ്റെ പാക്കേജ് മാനേജറൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ലൈബ്രറീസിലും ഒരുപാട് വൾണറബിലിറ്റീസ് ഉള്ളതായിട്ട് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ കാണിക്കും. ഓക്കെ, സോ അത്തരത്തിലുള്ള വൾണറബിലിറ്റീസ് എല്ലാം മാറ്റിയെടുത്ത് അതിൽ വരാൻ വൾണറബിലിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സോഫ്റ്റ്വെയർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സോഫ്റ്റ്വെയർ ഒരു പക്ഷേ ഹാക്ക് ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, റീസെൻറ്റ് ടെക്നോളജി Node.jsൽ ഇത്തരത്തിലുള്ള എന്തെങ്കിലും അറ്റാക്കുകളൊക്കെ നടന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ അത് Node.js ഡിറ്റക്റ്റ് ചെയ്യും, അത് ലോഗ് ചെയ്ത് വെക്കും. എന്നിട്ട് പിന്നെ നിങ്ങൾക്ക് ഇതുപോലെ വൾണറബിലിറ്റീസ് ഉണ്ട് എന്ന് കാണിക്കും. ഓക്കെ, സോ അത്തരത്തിലുള്ള വൾണറബിലിറ്റീസൊക്കെ നിങ്ങൾ കളഞ്ഞിട്ട് നിങ്ങൾ തന്നെ കോഡ് ചെയ്ത് മാറ്റാനായിട്ട് നിങ്ങൾ പഠിക്കണം. ഓക്കെ, സോ ഇങ്ങനത്തെ വൾണറബിലിറ്റീസ് ഉള്ള ലൈബ്രറീസൊക്കെ നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ലൈബ്രറീസും ഇല്ല, നമുക്ക് ഒരു പരിധി വരെ കിട്ടുന്ന കുറച്ച് ലൈബ്രറീസൊക്കെ ഇങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ട്, അതായത് ഹാക്ക് ചെയ്യപ്പെടാനുള്ള സാധ്യതകളുണ്ട്. അതിൻ്റെ അകത്ത് സെക്യൂരിറ്റി ഹോൾസ് ഉണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, സെക്യൂരിറ്റി ഹോൾസ് എന്ന് പറഞ്ഞാൽ ഒരു ഫയർവാൾ ഉണ്ട്. ഈ ഫയർവാളിൽ ഹോൾസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഈ ഹോൾസ് വഴി അറ്റാക്കേഴ്സിന് അതിൻ്റെ അകത്തേക്ക് കയറാം, അതിൻ്റെ അകത്തുള്ള ഡീറ്റെയിൽസ് മുഴുവൻ എടുത്തുകൊണ്ട് പോകാനായിട്ട് സാധിക്കും. ഓക്കെ, സോ അത്തരത്തിലുള്ള ഹോൾസിനെയൊക്കെ അവോയ്ഡ് ചെയ്യാനായിട്ട് നിങ്ങൾ പഠിക്കണം. ഓക്കെ, സോ അതിനുവേണ്ടി നിങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു വഴി എന്ന് പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ഈ ഇത്തരത്തിലുള്ള കോഡുകൾ കണ്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. കാരണം ഇതിപ്പം ഫയൽ സിസ്റ്റം റീഡ് ചെയ്യുന്നതിൻ്റെ ഈ ഒരു കോഡാണെന്ന് നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ് അല്ലേ. അതായത് ഇതുപോലെ റീഡ് ഫയലിന് കൊടുക്കുന്നു, എക്സാമ്പിൾ ടെക്സ്റ്റ് ഫയൽ കൊടുക്കുന്നു, അതിൻ്റെ എറർ ഉണ്ടെങ്കിൽ ആദ്യം എറർ ത്രോ ചെയ്യുന്നു. അതായത് ഈ എറർ ഉണ്ടെങ്കിൽ ആ എറർ ത്രോ ചെയ്യുന്നു, എന്നിട്ട് console.log ഡാറ്റ കൊടുക്കുന്നു. ഇനിയിപ്പം എറർ ഉണ്ടെങ്കിൽ ആ എറർ ലോഗ് ചെയ്യാനുള്ള കാര്യങ്ങൾ നിങ്ങൾ ആൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. console.log ഉപയോഗിച്ചുകൊണ്ട് ലോഗ് ചെയ്യുക എന്ന് പറഞ്ഞ് ഇപ്പോൾ ഇനി മുതൽ ലോഗ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ console.log ഉപയോഗിക്കുന്നതിനാണ് ലോഗ് ചെയ്യുക എന്ന് പറയുന്നത്. ഓക്കെ, ഈ ലോഗിങ് മാത്രമല്ല വേറൊരു ലോഗിങ് കൂടിയുണ്ട്. അതായത് നമ്മളിപ്പോൾ ഒരു വലിയ പ്രോസസ്സ് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് വരുന്ന ഓരോ ഇവൻറ്റ്സുകളെ എല്ലാത്തിനെയും നമുക്ക് ലോഗ് എടുക്കാൻ പറ്റും. എന്നിട്ട് ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ബഗ്സോ എറേഴ്സോ എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ ഈ ലോഗ് വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, സോ അപ്പം ഇതുപോലെ അങ്ങനെ ലോഗ് ചെയ്യാനായിട്ട് വെബ്സൈറ്റിൽ ലോഗ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് നമുക്ക് എറേഴ്സ് കണ്ടുപിടിക്കാനൊക്കെയാണ് console.log എന്ന് പറഞ്ഞ് ലോഗ് ചെയ്യാനായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു console.log എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കുന്നത്. സാധാരണ നിങ്ങളൊരു നോർമൽ വെബ്സൈറ്റ്, ഇപ്പോൾ നിങ്ങൾ ആമസോണിൻ്റെ വെബ്സൈറ്റ് എടുത്ത് നോക്കുവാണെങ്കിൽ നിങ്ങൾ ലോഗിൻ്റെ സെക്ഷനിലേക്കൊന്നും പോകാറില്ല. നിങ്ങൾക്ക് എന്ത് പ്രോഡക്റ്റാണോ പോയെങ്കിൽ വാങ്ങിച്ചു വരുന്നു, ഇത്രയേ ഉള്ളൂ. ഇതാണ് നിങ്ങൾ ചെയ്യാറുള്ളത്. ഇതേപോലെ തന്നെയാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന ഓരോ സോഫ്റ്റ്വെയറിനെയും ക്ലയൻസ് വന്ന് യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഡെവലപ്പേഴ്സിന് വേണ്ടി കണ്ടുപിടിക്കാനായിട്ടാണ് ഇതുപോലെ ലോഗ്സ് നമ്മൾ ഉപയോഗിക്കുന്നത്. ലോഗ്സ് ഉപയോഗിച്ചിട്ട് നമുക്കിത് കണ്ടുപിടിച്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, സോ ഇങ്ങനെയായിരിക്കും നമ്മൾ പെൻഡിങ് IO കാൾബാക്ക്. ഇത് സ്വന്തമായിട്ട് നിങ്ങൾ തന്നെ ഒന്ന് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഓക്കെ, പെൻഡിങ് IO കാൾബാക്സ് ഇതിൻ്റെ അകത്ത് ഇവിടെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻ നടക്കുവാണ്. അപ്പം ഇതിൻ്റെ അകത്ത് ആക്ച്വലി ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് ഒരു അഡ്വാൻസ്ഡ് പെൻഡിങ് IO കാൾബാക്ക് എന്ന് പറഞ്ഞാൽ നേരത്തെ പ്രീവിയസ് ഓപ്പറേഷൻ നടക്കുന്നു, അതിനുശേഷം വരുന്ന ടിക്കിലാണ് ഇത് നടക്കുന്നു, അങ്ങനത്തെ കാര്യമൊന്നുമില്ല. സിമ്പിളായിട്ടുള്ള കാൾബാക്ക് മാത്രം ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് മാത്രമേ ഉള്ളൂ. കാരണം മറ്റേന്ന് പറഞ്ഞാൽ അഡ്വാൻസ്ഡ് ലെവൽ കോൺസെപ്റ്റാണ്. ആ ഒരു കംപ്ലീറ്റ് കോഡ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി എന്ന് വരത്തില്ല, കൺഫ്യൂഷൻ ആകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വളരെ സിമ്പിളായിട്ടുള്ളൊരു ആപ്ലിക്കേഷനാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി നമ്മൾ അടുത്തതായിട്ട് പഠിക്കാനായിട്ട് പോകുന്നത്, അപ്പം ഈ ഒരു കോഡ് നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ആൾറെഡി സ്വന്തമായിട്ട് ചെയ്ത് നോക്കാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ അല്ലേ.
ഇനി അടുത്തതായിട്ട് നമ്മൾ പുതിയൊരു ലൈബ്രറി യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെ എന്താണ് HTTP എന്ന് പറഞ്ഞൊരു ലൈബ്രറി യൂസ് ചെയ്യുന്നുണ്ട്. എന്താണ് ഈ ലൈബ്രറി? ഞാൻ ജസ്റ്റ് ഒരു ഓവർവ്യൂ തരാം. HTTP ലൈബ്രറിനെ കുറിച്ച് നിങ്ങൾ ഇതുവരെ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ. നമ്മൾ നേരത്തെ ഫയൽ സിസ്റ്റം ലൈബ്രറി യൂസ് ചെയ്തിട്ടില്ലേ, അതേപോലെ തന്നെയാണ് HTTP എന്ന് പറഞ്ഞ ലൈബ്രറീസും ഉള്ളത്. ഓക്കെ, ബട്ട് ഈ ഒരു ലൈബ്രറി എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നമ്മളൊരു സെർവർ സൈഡ് കമ്മ്യൂണിക്കേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ടാണ് ഈ ഒരു ലൈബ്രറി യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇത് പോൾ ഫേസ് ആണ്. പോൾ ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പോൾ ഫേസ്? ഓക്കെ, സോറി, ഞാനൊന്ന് സൂം ചെയ്യാം. ഓക്കെ, സൂം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് മനസ്സിലാവും. ഓക്കെ, പോൾ ഫേസ് എന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാക്കി വെച്ചുതരാം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കാണാൻ പറ്റും. പോൾ ഫേസ് ഈസ് വെയർ IO ഓപ്പറേഷൻസ് ആർ പ്രോസസ്. അതായത് ഈ ഒരു ഫേസിലാണ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻസ് എല്ലാം പ്രോസസ്സ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ തന്നെ പല ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഫേസസിനെ കുറിച്ച് പഠിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ അകത്ത് പോൾ ഫേസസിലാണ് നമ്മൾ ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻസ് എല്ലാം ആക്ച്വൽ ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്നത്. അതായത് നമ്മൾ ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പം നമ്മളൊരു ഡാറ്റ ഗെറ്റ് ചെയ്യണമെന്ന് വിചാരിക്കാം. ഇപ്പം നമ്മൾ നമ്മുടെ ലോക്കൽ സിസ്റ്റത്തിലിരിക്കുന്ന ഡാറ്റ ആയിരിക്കാം, അതല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഇരിക്കുന്ന ഡാറ്റ ആയിരിക്കാം. ഈ ഡാറ്റ ഗെറ്റ് ചെയ്തതിന് ശേഷം അത് നമ്മുടെ റാമിലേക്ക് പോകണം. റാമിൽ നിന്ന് ആ ഡാറ്റ ക്യാച്ച് മെമ്മറിയിലേക്ക് പോകണം. ക്യാച്ച് മെമ്മറിയിൽ നിന്ന് ആ ഡാറ്റ പ്രോസസ്സറിലേക്ക് എത്തണം. ഓക്കെ, ഇനി പെൻഡ്രൈവിലാണ് ഇരിക്കുന്നതെങ്കിൽ നമ്മളൊരു ഡാറ്റ ആക്സസ് ചെയ്യുമ്പം അത് പ്രോസസ്സറിൻ്റെ തൊട്ടടുത്തിരിക്കുന്ന ക്യാച്ച് മെമ്മറിയിൽ ഉണ്ടെങ്കിൽ മാത്രമേ അത് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ഓക്കെ, IO ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻ. അതുപോലെ ഔട്ട്പുട്ട് കൊടുക്കുന്നതും ഇതേപോലെ തന്നെയാണ്. ഇതിൻ്റെ ഇൻ ബിറ്റ്വീൻ കുറേ സ്റ്റെപ്പുകളുണ്ട്. നിങ്ങൾ കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഓരോ ഇൻപുട്ട് ഔട്ട്പുട്ട് പ്രോസസ്സ് നടക്കുമ്പോഴും അതിൻ്റെ ഇടയിൽ നടക്കുന്ന ഒരുപാട് സ്റ്റെപ്പുകൾ. ഓക്കെ, ഈ ഒരു സ്റ്റെപ്പുകളൊന്നും തന്നെ നമ്മൾ കോഡ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിനൊക്കെ ഒരുപാട് ലൈബ്രറീസ് ആൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് ഇവിടെ പോൾ ഫേസിൽ എന്താണ് നടക്കുന്നത്? ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻ എന്നാണ് നടക്കുന്നത്. ഇനി ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഡാറ്റ സാധാരണ നമ്മുടെ സിസ്റ്റത്തിലേക്ക് കൊടുക്കുന്ന ഈ ഡാറ്റ മാത്രമല്ല ഇൻപുട്ട് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ ഒരു സെർവറിലേക്ക് ഒരു റിക്വസ്റ്റ് കൊടുക്കുന്നു, അവിടുന്ന് റെസ്പോൺസ് കിട്ടുന്നു. ഇതും ഒരു ടൈപ്പ് ഓഫ് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ടാണ്. ഓക്കെ, ഇങ്ങനത്തെ ഔട്ട്പുട്ട് അതായത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. IO ഓപ്പറേഷൻസ് ആർ പ്രോസസ്ഡ് ഇറ്റ് ചെക്ക് ഫോർ ന്യൂ IO ഇവൻറ്റ്സ് ഫ്രം ദ OS ആൻഡ് എക്സിക്യൂട്ട് ദെയർ കാൾബാക്സ്. ഓക്കെ, അതായത് പ്രത്യേകിച്ച് ഒരു ഇവൻറ്റ്സും ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് OSൻ്റെ എന്തെങ്കിലും IO ഓപ്പറേഷൻസ് പെൻഡിങ് ആയിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ച് അതിൻ്റെ കാൾബാക്സിന് എന്ത് ചെയ്യുന്നു? എക്സിക്യൂട്ട് ചെയ്യുന്നു. ഓക്കെ, അതുപോലെ തന്നെയാണ് ഇഫ് ദെയർ ആർ നോ പെൻഡിങ് IO ഇവൻറ്റ്സ് ഇറ്റ് വിൽ വെയിറ്റ് ഫോർ ന്യൂ IO ഇവൻറ്റ്സ് ഓർ ടൈമേഴ്സ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു IO ഇവൻറ്റ്സ് ഒന്നും തന്നെ ഇല്ലെങ്കിൽ ഇത് വെയിറ്റ് ചെയ്തിരിക്കും, എന്നിട്ട് അതിനെ എക്സിക്യൂട്ട് ചെയ്യും. പ്രത്യേകിച്ച് ഒന്നുമില്ല, ഫോൾ പേസിൽ ഇത് മാത്രമേ ചെയ്യത്തുള്ളൂ. ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻ്റെ കാര്യങ്ങൾ ഇവൻറ്റ്സ് മാത്രമേ എക്സിക്യൂട്ട് ചെയ്യത്തുള്ളൂ. അപ്പം അത് കിട്ടുന്നോടം വരെ, ഇല്ലെങ്കിൽ അത് കിട്ടുന്നോടം വരെ അത് വെയിറ്റ് ചെയ്തിരിക്കും. വെയിറ്റ് ചെയ്തിരുന്നതിന് ശേഷം എന്ത് ചെയ്യും? കിട്ടിക്കഴിയുമ്പം അതിനെ എക്സിക്യൂട്ട് ചെയ്യുന്നു. ഓക്കെ, ഇനി ഇതിൻ്റെ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ ഒരു കോഡ് തന്നെ എടുക്കാം. ഓക്കെ, ഇവിടെ ഇതിൻ്റെ ഒരു എക്സാമ്പിൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കോൺസ്റ്റന്റ് പറഞ്ഞ് HTTP എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ HTTP റിക്വയർ HTTP എന്ന് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ എക്സാമ്പിൾ എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയറിനെ കുറിച്ച് നിങ്ങൾ എത്ര പേര് യൂസ് ചെയ്തിട്ടുണ്ടെന്ന് അറിയില്ല, അല്ലെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്തിട്ടുള്ള ഒരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇവിടെ നിങ്ങൾ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഉപയോഗിക്കുമ്പം ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഒരു പോർട്ട് നമ്പർ 5050 എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ, 5500 എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ആക്ച്വലി എന്താണ് നടക്കുന്നത്? നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇത് റൺ ചെയ്ത് കഴിയുമ്പം ഒരു ലോക്കൽ ഹോസ്റ്റ് ഇവിടെ ക്രിയേറ്റീവ് ആണ്. ഓക്കെ, ലോക്കൽ ഹോസ്റ്റ് ആണ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ. ലോക്കൽ ഹോസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ ലോക്കൽ സിസ്റ്റത്തിൽ തന്നെ ഹോസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു സാധനം. അതായത് നമ്മൾ സാധാരണ ഒരു വെബ്സൈറ്റ് ഹോസ്റ്റ് ചെയ്യുന്നത് എവിടെയാണ്? സെർവറിലാണ് ഹോസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അത് നമ്മുടെ തന്നെ സിസ്റ്റത്തിൽ നമ്മൾ ഹോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് ലോക്കൽ ഹോസ്റ്റ് എന്ന് പറയാം അല്ലേ. അപ്പം ഇതുപോലെ നമ്മുടെ ലോക്കൽ സിസ്റ്റത്തിൽ തന്നെ ഹോസ്റ്റ് ചെയ്തിരിക്കുന്നതിനെയാണ് ലോക്കൽ ഹോസ്റ്റ് എന്ന് പറയുന്നത്. നമ്മുടെ സിസ്റ്റത്തിൻ്റെ IP അഡ്രസ്സ് 128 പോലെ ആയിരിക്കും നിങ്ങളുടെ സിസ്റ്റത്തിൻ്റെ IPs സ്റ്റാർട്ട് ചെയ്യുന്നത്, IP അഡ്രസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് IP കോൺഫിഗ് എന്നൊക്കെ പറഞ്ഞ് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കമാൻഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇതുപോലെ നിങ്ങൾ ലോക്കൽ സിസ്റ്റത്തിൻ്റെ നിങ്ങളുടെ ഒരു സിസ്റ്റം ഹോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഹോസ്റ്റ് ചെയ്തിരിക്കുന്നതിൻ്റെ IP അഡ്രസ്സാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് 550. ഇങ്ങനെ ഈ ഇത്തരത്തിലുള്ള ഹോസ്റ്റുകളിലേക്ക് ഇപ്പം നമ്മളിവിടെ ഇതുപോലെ ലോക്കൽ ഹോസ്റ്റ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ റൺ ചെയ്യുമ്പോൾ നമുക്ക് നോട്ട് ജേഴ്സ് ആവശ്യമുണ്ട് അല്ലേ. ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ ലോക്കലി നമ്മുടെ സിസ്റ്റത്തിൽ ഹോസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ക്രിയേറ്റ് ചെയ്യുന്നത് എന്തിലാണ്?
ലോക്കൽ ഹോസ്റ്റ് ഉപയോഗിച്ചുകൊണ്ടാണ്. ഓക്കെ, ഇപ്പം ഞാൻ ജസ്റ്റ് ഇവിടെ ബ്രൗസർ എടുക്കുവാണ്. ബ്രൗസർ എടുത്തിട്ട് ഞാനിവിടെ ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഓക്കെ, ബ്രൗസർ എടുത്തിട്ടുണ്ട്. ഇതാണ് ലോക്കൽ ഹോസ്റ്റ് അഡ്രസ്സ് എന്ന് പറഞ്ഞത്. അതായത് 127 മുതൽ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്ന അഡ്രസ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ഇതാണ് നമ്മുടെ ലോക്കൽ ഹോസ്റ്റ് അഡ്രസ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ ഒരു അഡ്രസ്സിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഞാൻ ജസ്റ്റ് ഒന്ന് സൂം ചെയ്യാം. ഓക്കെ, സൂം ആവുന്നില്ല, നോ പ്രോബ്ലം. ഓക്കെ, സോ ഇതുപോലെ ഇതായിരിക്കും നിങ്ങളുടെ അഡ്രസ്സ് എന്ന് പറയുന്നത്. അപ്പം ഇതുപോലെ ഇവിടെ സൂം ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും 127.0.0. അതുപോലെ 3000 എന്ന് പറഞ്ഞ് ഹോസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ ചേർത്തുള്ള ഒരു ആപ്ലിക്കേഷൻ്റെ ഒന്ന് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ഒരു എക്സാമ്പിളാണിത്. ഓക്കെ, സോ ഇതുപോലത്തെ ഒരു ലോക്കൽ ഹോസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പം നമ്മൾ എന്താണ് വരുന്നത്, ആക്ച്വലി ഒരു ലോക്കൽ ഹോസ്റ്റ് അവിടെ ക്രിയേറ്റ് ആകുമ്പം ഇവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു അഡ്രസ്സ് ക്ലിക്ക് ചെയ്ത് കോപ്പി ചെയ്ത് വരുമ്പം ഇതിൽ ആക്ച്വലി വരുന്ന അഡ്രസ്സ് എന്ന് പറഞ്ഞത് HTTP അഡ്രസ്സാണ് വരുന്നത്. ഓക്കെ, അതായത് HTTP എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്ന എന്തെങ്കിലും ഒരു അഡ്രസ്സ് ഉണ്ടെങ്കിൽ ആ ഒരു അഡ്രസ്സായിരിക്കും വരുന്നത്. ഓക്കെ, സോ ഇങ്ങനെ അഡ്രസ്സ് ക്രിയേറ്റ് ചെയ്യുമ്പം HTTP അഡ്രസ്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നതാണ് HTTP എന്ന് പറഞ്ഞ ഒരു പാക്കേജ്. ഓക്കെ, ഇതുപോലെ നമ്മുടെ ലോക്കൽ ഹോസ്റ്റിൽ ക്രിയേറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ ലോക്കൽ ഹോസ്റ്റിൽ മാത്രമല്ല, നമ്മൾ ഇനി ക്ലൗഡിലേക്ക് ഒരു സാധനം ഹോസ്റ്റ് ചെയ്യുവാണെങ്കിൽ അതിലും ക്രിയേറ്റ് ചെയ്യേണ്ടത് ഇതുപോലത്തെ അഡ്രസ്സ് തന്നെയായിരിക്കും. ഓക്കെ, സോ അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അതായത് HTTP പ്രോട്ടോക്കോൾ ഉപയോഗിച്ചിട്ടാണ്. പിന്നെ നമുക്ക് സെക്യൂർ SSL സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അവിടെ HTTP എന്നത് മാറി HTTPS ആയി മാറും. അതായത് നമ്മളൊരു ക്ലയൻറ്റ് സെർവർ സൈഡ് കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്രോട്ടോക്കോളാണ് HTTP എന്ന് പറഞ്ഞ പ്രോട്ടോക്കോൾ. പക്ഷേ ഈ ഒരു പ്രോട്ടോക്കോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇതിൻ്റെ കോഡുകളെല്ലാം മാനുവലായിട്ട് തന്നെ ചെയ്യേണ്ടി വരും. അത് ഭയങ്കര ഹെർക്കൂലിയൻ ടാസ്ക് ആണ് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും, അല്ലേ? അതായത് ഒരു ഡാറ്റ പാക്കറ്റുകൾ സെൻഡ് ചെയ്യുന്നതിനെക്കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. ഈ പാക്കറ്റുകൾ ക്യാച്ച് ചെയ്യുന്നതും ഗെറ്റ് ചെയ്യുന്നതും, എന്തെങ്കിലും ഒരു പാക്കറ്റ് മിസ്സാണെങ്കിൽ ആ പാക്കറ്റ് മാത്രം റിക്വസ്റ്റ് ചെയ്ത് അതിന് മാത്രം റെസ്പോൺസ് കിട്ടി അത് ഫില്ല് ചെയ്ത് ക്ലിയർ ചെയ്ത് പോകുന്ന കാര്യം, എറേഴ്സ് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യുന്ന കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഭയങ്കര ടാസ്ക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ കോഡ് ചെയ്യേണ്ടി വരും. പക്ഷേ ഈ HTTP എന്ന് പറഞ്ഞ ഒരു സാധനം, ഒരു ലൈബ്രറി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ Node.js ഇൻബിൽട്ട് ആയിട്ട് വരുന്ന ലൈബ്രറീസാണ്. ഇതൊക്കെ നമ്മൾ ജാവാസ്ക്രിപ്റ്റ് വെച്ച് മാത്രം ബിൽഡ് ചെയ്യുന്നതെങ്കിൽ ഭയങ്കര വലിയ കോഡുകളൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഇതൊരു നമ്മൾ സിമ്പിളായിട്ടുള്ള കാര്യം HTTP എന്ന് പറഞ്ഞൊരു ലൈബ്രറി യൂസ് ചെയ്യുന്നു. ലൈബ്രറി യൂസ് ചെയ്യുന്നത് നമ്മൾ ജസ്റ്റ് കൊണ്ടുവന്നു, അത് ഇമ്പോർട്ട് ചെയ്യുന്നു, യൂസ് ചെയ്യുന്നു, ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ടുള്ള ടാസ്ക്കാണ്, അല്ലേ? സോ ഇതുപോലെ ഉള്ള ലൈബ്രറീസൊക്കെ Node.js ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പമായിട്ടുണ്ട്, അല്ലേ? അപ്പം ഈ ഒരു ലൈബ്രറി HTTP ലൈബ്രറി നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാണ്? നമ്മുടെ ലോക്കൽ ഹോസ്റ്റിലടക്കം ഒരു സെർവറിൻ്റെ ഒരു വെർച്വൽ ആയിട്ടുള്ള സെർവർ ക്രിയേറ്റ് ചെയ്യാനും, അതല്ലെങ്കിൽ ആക്ച്വൽ സെർവറിൽ ഈ HTTP പ്രോട്ടോക്കോൾ ഉപയോഗിച്ച് എന്തെങ്കിലും ഡാറ്റ പ്ലേസ് ചെയ്യുന്നു, ഒരു ക്ലയൻറ്റ് വന്ന് അത് റിക്വസ്റ്റ് ചെയ്യുന്നു, നമ്മൾ റെസ്പോൺസ് കൊടുക്കുന്നു. ഓക്കെ, അതായത് സെർവറും ക്ലയൻറ്റും തമ്മിലുള്ള റിക്വസ്റ്റ് റെസ്പോൺസ് നമുക്ക് വേണമെങ്കിൽ ലോക്കൽ ഹോസ്റ്റിൽ അത് എമുലേറ്റ് ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ ആക്ച്വൽ സെർവറിൽ തന്നെ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് പ്ലേസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, സെർവർ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല, നിങ്ങളുടെ ലോക്കൽ സിസ്റ്റം തന്നെയാണ്. പക്ഷേ കുറേ റാമൊക്കെ കുറേയും കൂടെ ഉണ്ടായിരിക്കും. കാരണം സെർവറിന് ഒരുപാട് റാം 800 GB റാമൊക്കെ വേണ്ടി വരും, ഒരു ബേസിക് ആയിട്ടുള്ള സെർവറൊക്കെ ആണെങ്കിൽ. ഓക്കെ, അപ്പം ഇതുപോലെയാണ് സെർവേഴ്സ് എന്ന് പറഞ്ഞ ഡിഫറൻസ്. പിന്നെ അതുപോലെ അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ള പ്രൊസസ്സേഴ്സ് ഉണ്ടായിരിക്കും. സെർവേഴ്സിന് വേണ്ടി മാത്രം ഡെഡിക്കേറ്റഡ് പ്രൊസസ്സേഴ്സ് ഉണ്ടായിരിക്കും. അതായത് ഒത്തിരി ഫയൽസ്, ഒത്തിരി റിക്വസ്റ്റുകൾ അറ്റ് എ ടൈം പ്രോസസ്സ് ചെയ്യാം. നമുക്ക് GPU വെച്ചിട്ട് അങ്ങനെ പ്രോസസ്സ് ചെയ്യാൻ പറ്റത്തില്ല, അത് നമ്മൾ പ്രൊസസ്സർ തന്നെ വേണം, അല്ലേ? അപ്പം അങ്ങനത്തെ ഹൈ ഇൻ പ്രൊസസ്സേഴ്സ് ഉണ്ടായിരിക്കും സെർവറിൽ. ഇതാണ് സെർവറിൽ മെയിനായിട്ടുള്ളത്. പിന്നെ സ്റ്റോറേജ്, ഓക്കെ, കുറച്ചും കൂടെ ഫാസ്റ്റ് ആയിട്ടുള്ള സ്റ്റോറേജ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, ഇതാണ് സെർവറിൻ്റെ വ്യത്യാസം. നിങ്ങളുടെ ലോക്കൽ കമ്പ്യൂട്ടർ സെർവറും തമ്മിൽ ഇത് മാത്രമേ വ്യത്യാസമുള്ളൂ. എങ്കിലും നിങ്ങൾ നോർമലി ലോക്കൽ സിസ്റ്റമാണ് യൂസ് ചെയ്യുന്നതെങ്കിലും അതായത് അറ്റ് എ ടൈം അതിൽ ഏകദേശം 500 റിക്വസ്റ്റ് വരെ ഹാൻഡിൽ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അത് നിങ്ങളുടെ സിസ്റ്റം കപ്പാസിറ്റി പോലെ ഇരിക്കും, എങ്കിലും ബേസിക് ആയിട്ടുള്ള സിസ്റ്റത്തിൻ്റെ കപ്പാസിറ്റിയാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഒരു മിനിറ്റിൽ ഇപ്പം ഒരു മാസം, അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ലോക്കൽ സിസ്റ്റം ഒരു സെർവറായിട്ട് മാറ്റുവാണെങ്കിൽ ഒരു മാസത്തേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ അത്യാവശ്യം റിലയബിൾ ആയിട്ടുള്ള നെറ്റ്വർക്ക് കണക്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനത്തെയും ഒരു സെർവറായിട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അറ്റ് എ ടൈം 500 ക്ലയൻസ് ഒക്കെ നിങ്ങൾക്ക് ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നിങ്ങളുടെ ലോക്കൽ സിസ്റ്റം തന്നെ വെച്ചിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ ഫുൾ ടൈമായിട്ട് ഓണാക്കി വെക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ ഇത്തരത്തിലുള്ള സെർവർ ക്ലയൻറ്റ് കണക്ഷൻസും കമ്മ്യൂണിക്കേഷൻസും എസ്റ്റാബ്ലിഷ് ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ലൈബ്രറിയാണ് HTTP ലൈബ്രറി എന്ന് പറയുന്നത്. ഓക്കെ, പിന്നീട് അതിനൊരു സർട്ടിഫിക്കറ്റ് കൊടുക്കുമ്പോഴാണ് അത് HTTPS ആയിട്ട് മാറുന്നത്, അല്ലേ? ഓക്കെ, അപ്പം ഇത് നിങ്ങൾക്ക് ഇപ്പോൾ HTTP ലൈബ്രറിനെ കുറിച്ചൊരു ഓവർവ്യൂ ഇപ്പോൾ കിട്ടിയിട്ടുണ്ടായിരിക്കും. ഇനി ഈ ലൈബ്രറി ഉപയോഗിച്ച് നമ്മളൊരു ലോക്കൽ ഹോസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നാണ് നമ്മൾ ഇനി പഠിക്കാനായിട്ട് പോകുന്നത്.
ഓക്കെ, സോ ആദ്യം നമ്മൾ വിഷ്വൽ സ്റ്റുഡിയോ കോഡിലേക്ക് പോകുകയാണ്. വിഷ്വൽ സ്റ്റുഡിയോ കോഡിലേക്ക് പോയിട്ട് ഇനി നമ്മളിവിടെ ഒരു സിമ്പിൾ ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോകണം. ആ ഒരു ആപ്ലിക്കേഷൻ്റെ കോഡ് ഇത് ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ആപ്ലിക്കേഷൻ കോഡ് ഇതിൻ്റെ അകത്ത് തന്നെ നോർമലി നിങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ HTTP ലൈബ്രറി യൂസ് ചെയ്യുന്നവർക്ക് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ സെർവറിൻ്റെ റിക്വസ്റ്റ് റിസോഴ്സസ് എല്ലാം കൊടുക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി ഇതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് പഠിച്ച് നോക്കാം. എങ്ങനെയാണ് ഓരോ ലൈൻ ബൈ ലൈനായിട്ട് ജസ്റ്റ് നമുക്കൊന്ന് പഠിച്ച് നോക്കാം. ഓക്കെ, സോ ഇപ്പോൾ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്ന കാര്യം, ഒരു വെബ് സെർവറിൽ നമ്മളിപ്പോൾ വിഷ്വൽ സ്റ്റുഡിയോ കോഡിലൊക്കെ ലൈവ് സെർവർ യൂസ് ചെയ്യത്തില്ലേ, അതേപോലെ തന്നെ ഒരു സെർവർ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അങ്ങനെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു കോഡാണ് ഈ കാണുന്നത്. ഓക്കെ, ഒരു റിക്വസ്റ്റ് വരുമ്പോൾ ഒരു സെർവർ നമ്മൾ ഒരു വെർച്വൽ സെർവർ നമ്മൾ ക്രിയേറ്റ് ചെയ്തു, എന്തെങ്കിലും റിക്വസ്റ്റ് വരുമ്പോൾ അത് പ്രോസസ്സ് ചെയ്യുന്നു. ഓക്കെ, ആ രീതിയിലുള്ള ഒരു കോഡാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ അവിടെ ആദ്യം നമ്മൾ യൂസ് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും, നമ്മൾ ലൈബ്രറീസ് യൂസ് ചെയ്യണമെങ്കിൽ ആ ലൈബ്രറീസിനെ ജസ്റ്റ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യണം. എങ്ങനെയാണ് ലൈബ്രറീസിനെ ഇമ്പോർട്ട് ചെയ്യുന്നത്? നിങ്ങൾക്ക് കോൺസ്റ്റോ വേരിയബിളോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇപ്പോൾ ഞാനിവിടെ കോൺസ്റ്റാണ് ഉപയോഗിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇനി കൺഫ്യൂഷൻ ഒന്നും വരണ്ടെന്ന് വിചാരിച്ച് കോൺസ്റ്റ് ഉപയോഗിക്കുന്നു. എന്നിട്ട് എന്താണോ ഒരു കോൺസ്റ്റിൻ്റെ വേരിയബിൾ നെയിം കൊടുക്കുക. ഓക്കെ, VR കീബോർഡ് ഉപയോഗിക്കാം, ലെറ്റ് കീബോർഡ് ഉപയോഗിക്കാം, എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഓക്കെ, എന്നിട്ട് നമ്മൾ നേരത്തെ ഫയൽ സിസ്റ്റം യൂസ് ചെയ്യാനായിട്ട് ഉപയോഗിച്ചത് എന്താണ്? റിക്വയർ എന്ന് പറഞ്ഞ കീബോർഡ് ഉപയോഗിച്ചിട്ടുണ്ട്. ഓക്കെ, റിക്വയർ എന്ന് പറഞ്ഞ കീബോർഡ് ഉപയോഗിക്കുന്നു. റിക്വയർ കീബോർഡിൻ്റെ അകത്ത് നമ്മൾ എന്ത് ലൈബ്രറി ആണോ റിക്വയർ ചെയ്യേണ്ടത്, നമുക്ക് എന്ത് ലൈബ്രറീസ് ആണോ, അത് മേ ബി നമ്മുടെ Node.jsൻ്റെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ലൈബ്രറീസ് ആണെങ്കിലും പുതിയ ലൈബ്രറീസ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ടാണെങ്കിലും രണ്ടും യൂസ് ചെയ്യുന്നത് ഒരേ മെത്തേഡ് തന്നെയാണ്. റിക്വയർ എന്ന് പറഞ്ഞ കീബോർഡാണ്. ഓക്കെ, സോ ഇങ്ങനെ റിക്വയർ എന്ന കീബോർഡ് യൂസ് ചെയ്തതിന് ശേഷം HTTP എന്ന് പറഞ്ഞ ലൈബ്രറീസ് കൊടുക്കുക. ഓക്കെ, സോ ഇങ്ങനത്തെ ഒരു ലൈബ്രറീസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പം ഈ ഒരു ലൈബ്രറീസ് ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഈ ലൈബ്രറീസ് ഒരു സെർവർ ക്രിയേറ്റ് ചെയ്യണം. അതായത് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ലോക്കൽ സിസ്റ്റമാണ്, ഇത് ഞാൻ എൻ്റെ പേഴ്സണൽ സിസ്റ്റമായിട്ട് യൂസ് ചെയ്യുന്ന സിസ്റ്റമാണ് എന്ന് വിചാരിക്കാം. ഓക്കെ, സോ ഈ ഒരു സിസ്റ്റം എൻ്റെ കയ്യിൽ ഒരു സെർവറില്ല, എനിക്കൊരു സെർവറിലേക്ക് ആക്സസ് ഇല്ല. അപ്പം ഞാൻ എന്ത് ചെയ്യണം? ഞാൻ എൻ്റെ സിസ്റ്റത്തിൽ തന്നെ ടെസ്റ്റിംഗ് കാര്യങ്ങൾക്കൊക്കെ നമ്മളിപ്പോൾ എക്സാമ്പ് ഉപയോഗിക്കുന്നു, അതുപോലെ തന്നെ വിഷ്വൽ സ്റ്റുഡിയോ കോഡിൽ ഇവിടെ കാണുന്ന ഈ ലൈവ് സെർവർ ഉപയോഗിക്കുന്നു. ഇതെല്ലാം സെർവറിൻ്റെ ഒരു ഇൻസ്റ്റൻസ് ആണ് അല്ലേ? അപ്പം ഇതുപോലത്തെ കാര്യങ്ങൾ ചില വെബ്സൈറ്റിൽ ഇപ്പോൾ നിങ്ങൾ ഡൈനാമിക് ആയിട്ടൊക്കെ ലോഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ലൈവ് സെർവർ ഇല്ലാതെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. അപ്പം നേരത്തെ ഒക്കെ ആണെങ്കിൽ നമ്മൾ ഈ അപ്പാച്ചിയുടെ എക്സാമ്പ് എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർസ് ഒക്കെ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നു. PHP ഒക്കെ റൺ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇപ്പോഴും ആ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നവരുണ്ട്. വിഷ്വൽ സ്റ്റുഡിയോ കോഡ് വന്നതിന് ശേഷം ആ സോഫ്റ്റ്വെയർ ഒക്കെ അധികം പോപ്പുലർ അല്ലാതെ പോയി, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. ഓക്കെ, എങ്കിലും അതിൻ്റെ അകത്ത് FTP സെർവേഴ്സൊക്കെ യൂസ് ചെയ്യാനായിട്ടും അതിനും ആൾട്ടർനേറ്റീവ് സൊല്യൂഷൻസ് ഒരുപാടുണ്ട്. നേരത്തെ ആളുകൾ ഇങ്ങനത്തെ എക്സാം സോഫ്റ്റ്വെയർസൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഇപ്പോൾ ലൈവ് സെർവർ ഉള്ള കാരണം കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അപ്പോൾ ഈ ലൈവ് സെർവറിലും യൂസ് ചെയ്യുന്ന ഇതേ HTTP ലൈബ്രറി തന്നെയാണ്. ഓക്കെ, സോ ഇവിടെ എന്ത് ചെയ്യുന്നു? ആദ്യം നമ്മൾ സെർവർ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്താണ്, ഈ സെർവറിന് HTTP ആണ് ഇതിൻ്റെ ആ ഒരു പാക്കറ്റിൻ്റെ നെയിം. അതിനുശേഷം ഞാൻ HTTP ഇമ്പോർട്ട് ചെയ്യുന്നു. HTTP ഡോട്ട് എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. ക്രിയേറ്റ് സെർവർ എന്ന് പറഞ്ഞ ഒരു ഇതാണ് നമ്മൾ കൊടുക്കാനായിട്ട് പോകുന്നത് കീബോർഡ്. ഓക്കെ, അപ്പം ക്രിയേറ്റ് സെർവർ എന്ന് പറഞ്ഞ് ഇവിടെ വന്നിട്ടുണ്ട്. ക്രിയേറ്റ് സെർവർ ക്രിയേറ്റ് ചെയ്യുന്നു. എന്നിട്ട് സെർവർ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമ്മളൊരു റിക്വസ്റ്റ്, ഒരു ഫംഗ്ഷനാണ് ഇതിൻ്റെ അകത്ത് ക്രിയേറ്റ് ചെയ്യാനായിട്ട്. നമ്മൾ നേരത്തെ ടൈം ഔട്ടൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പം ഫംഗ്ഷൻ്റെ അകത്ത് നമ്മൾ 2 പാരാമീറ്റേഴ്സാണ് പാസ് ചെയ്യേണ്ടത്. അപ്പം ഒരു സെർവർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ പാരാമീറ്റേഴ്സാണ് ഇവിടെ ആവശ്യമുള്ളത്? റിക്വസ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ റെസ്പോൺസും ഉണ്ട്. ഓക്കെ, അതായത് റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇൻകമ്മിങ് മെസ്സേജ്, എന്തെങ്കിലും ഒരു മെസ്സേജ് ഇങ്ങോട്ട് വരുന്നതാണെങ്കിൽ അതിനെന്ത് ചെയ്യുന്നു? ഇൻകമ്മിങ് മെസ്സേജ് എന്ന് പറയാം. ഓക്കെ, അതുപോലെ തന്നെ റെസ്പോൺസ് എന്ത് കൊടുക്കുന്നു? നമ്മൾ എന്തെങ്കിലും ഒരു മെസ്സേജ് കൊടുക്കുകയാണെങ്കിൽ റെസ്പോൺസിൽ നമ്മൾ എന്താണ് തിരിച്ച് കൊടുക്കേണ്ട കാര്യങ്ങൾ, അതാണ് നമ്മൾ റെസ്പോൺസ് എന്ന് എഴുതേണ്ടത്. ഓക്കെ, അപ്പം ഞാനിവിടെ എന്താണ് കൊടുക്കാൻ പോകുന്നത്? റിക്വസ്റ്റ് എന്ന് പറഞ്ഞ മെസ്സേജ്. കാരണം ഒരു സെർവറിനെ സംബന്ധിച്ചിടത്തോളം തന്നെ ഒന്നും ഇരുന്ന് ഡെലിവറി ചെയ്യത്തില്ല. ഒരാളെ റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഡെലിവറി ചെയ്യത്തുള്ളൂ. ഓക്കെ, അതിനുവേണ്ടി ഞാൻ റിക്വസ്റ്റ് കൊടുക്കുന്നു. റിക്വസ്റ്റ് കൊടുത്തതിന് ശേഷം എന്താണോ മെസ്സേജ് കൊടുക്കാനുള്ള അത് റിക്വസ്റ്റ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. HTTP ഇൻകമിങ് മെസ്സേജ്. ഓക്കെ, ഇൻകമിങ് മെസ്സേജ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ഡിഫൈൻ ചെയ്യാം. ഞാനിപ്പോൾ ഇൻകമിങ് മെസ്സേജ് ഒന്നും തന്നെ കൊടുക്കുന്നില്ല. ജസ്റ്റ് ഈ 300 സെർവർ 3000 എന്ന് പറഞ്ഞ ഒരു പോർട്ടിലേക്ക് എന്തെങ്കിലും ഒരു വെബ്സൈറ്റ് ലോഡായി കഴിഞ്ഞാൽ ഒരു സാധനം ഡെലിവറി ചെയ്യുന്നു. ഈ കാര്യം മാത്രമേ കൊടുക്കുന്നുള്ളൂ. ഓക്കെ, കാരണം റിക്വസ്റ്റ് കൊടുത്ത് റിക്വസ്റ്റ് ഒക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അതുകൊണ്ട് നമ്മളിപ്പം ബേസിക് ആയിട്ട് ഈ ഒരു പോർട്ട് വെബ് പേജ് എടുത്തു കഴിഞ്ഞാൽ ആ ഒരു കണ്ടൻറ്റ് ഡിസ്പ്ലേ ചെയ്യുന്ന രീതിയിലാണ് കൊടുക്കുന്നത്. ഓക്കെ, സോ റിക്വസ്റ്റ് കൊടുക്കുന്നു, എന്നിട്ട് അതിന് റെസ്പോൺസും കൂടെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ റിക്വസ്റ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താണ് തിരിച്ച് കൊടുക്കേണ്ടത്, അതാണ് റെസ്പോൺസ് എന്ന് പറയുന്നത്. ഓക്കെ, അതിന് RES എന്ന് പറഞ്ഞ കീബോർഡാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് എന്ത് കീബോർഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം.
ഓക്കെ. കാരണം നിങ്ങൾക്കറിയാലോ ഇതിൻ്റെ അകത്ത് വേരിയബിൾസിൻ്റെ അകത്ത് ഇവിടെ കൊടുത്തിരിക്കുന്ന ആറ് കീബോർഡ് തന്നെ യൂസ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് തന്നെ യൂസ് ചെയ്യാം. ഓക്കെ. എന്നിട്ട് ഇതൊരു ഫംഗ്ഷനാണ്. അപ്പോൾ ഫംഗ്ഷന് ഞാൻ നെയിം കൊടുത്തിട്ടില്ല, പക്ഷേ ഫംഗ്ഷൻ്റെ അകത്ത് 2 പാരാമീറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഫംഗ്ഷൻ്റെ അകത്ത് ഞാൻ എന്താണ് കൊടുക്കുന്നത്, എന്താണ് റെസ്പോൺസ് കൊടുക്കേണ്ടതെന്ന് കൊടുക്കുന്നു. അപ്പം ഞാൻ ഇവിടെ എന്താണ് കൊടുക്കുന്നത്, റെസ്പോൺസ് ആണ് കൊടുക്കേണ്ടത്. അപ്പം എന്താണ് res.end console.log അല്ല, response.end ആണ്. അതായത് തിരിച്ചെന്താണ് കൊടുക്കേണ്ടത് എന്നുള്ള കാര്യം. നമുക്ക് ഒരു വെബ് സെർവർ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൽ എന്തൊക്കെയായിരിക്കും തിരിച്ച് കൊടുക്കുന്നത്, HTML ഫയൽസ് ആയിരിക്കും കൂടുതലായിട്ടുണ്ടാകുന്നത്. ഇനി PHP ഫയൽ ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള PHP ഫയലായിരിക്കും നമ്മൾ തിരിച്ച് റെസ്പോൺസ് കൊടുക്കുന്നത്, അല്ലേ? ഇപ്പം ഞാൻ കൊടുക്കാനായിട്ട് പോകുന്നത് ഒരു ടെക്സ്റ്റ് ഫയലാണ്. ഓക്കെ, ടെക്സ്റ്റ് ഫയൽ ഞാനിവിടെ കൊടുക്കുന്നു. അപ്പം ടെക്സ്റ്റ് ഫയൽ കൊടുക്കുന്ന TXT ഫയലല്ല, ജസ്റ്റ് ഒരു ടെക്സ്റ്റ് മാത്രമായിട്ടാണ് കൊടുക്കുന്നത്. പ്ലെയിൻ ടെസ്റ്റാണ്, ഒന്നുമില്ല, പ്ലെയിൻ ടെസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ് കൊടുക്കുന്നത്. അപ്പം ഞാനിപ്പം ഹലോ വേൾഡ് എന്നാണ് കൊടുക്കുന്നത് വിചാരിക്കാം. ഓക്കെ ഹലോ വേൾഡ് എന്ന് കൊടുക്കുന്നു. ഓക്കെ, ഹലോ വേൾഡ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത് ഒരു ടെക്സ്റ്റ് ഫയലാണ്. പക്ഷേ കമ്പ്യൂട്ടറിന് ഇത് ജസ്റ്റ് ഒരു ടെക്സ്റ്റ് ഫയലാണെന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അതായത് നമ്മളിപ്പം ഞാനൊരു ക്ലയൻറ്റ് സിസ്റ്റം വെച്ചിട്ട് ഒരു സെർവറിലേക്ക് റിക്വസ്റ്റ് കൊടുക്കുന്നു. അപ്പം ഈ ഹലോ വേൾഡ് മേ ബി ഒരു പക്ഷേ ജെയ്സൺ ഫയലായിരിക്കാം. ജെയ്സൺ ഫയൽ അങ്ങനെ പ്രത്യേകിച്ച് ഒരു ചെറിയ സ്ട്രക്ചറിങ് ഒക്കെ ഉണ്ട്. പക്ഷേ അതൊരു JSON എന്ന് പറഞ്ഞൊരു ഫോർമാറ്റ് വെച്ച് മാത്രമേ നമ്മൾ കണ്ടുപിടിക്കുന്നുള്ളൂ. ആ ഒരു ഫോർമാറ്റിന് എങ്ങനെ വേണമെങ്കിലും പ്രൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, പക്ഷേ അതും ബേസിക്കലി ജെയ്സൺ എന്ന് പറഞ്ഞൊരു ടെക്സ്റ്റ് ഫയലാണ്, അല്ലേ? ആ ഒരു ഫോർമാറ്റിൽ JSON എന്ന് പറഞ്ഞൊരു എക്സ്റ്റൻഷൻ മാത്രമേ മാറ്റി വരുന്നുള്ളൂ. ഇപ്പം ജെയ്സൻ്റെ സ്ഥാനത്ത് നമ്മൾ ടെക്സ്റ്റ് എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാലും ജെയ്സൺ ഫയൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അതേ രീതിയിൽ തന്നെ ടെക്സ്റ്റ് ഫയലും വർക്ക് ചെയ്യും. ഓക്കെ, അപ്പം അതും ഇതും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നറിയില്ല. ഇനി അഥവാ HTML ഫയലാണ് കൊടുക്കുന്നതെങ്കിലും അത് നമ്മൾക്ക് പലതരത്തിലുള്ള HTML ഫയൽ കൊടുക്കാനായിട്ട് സാധിക്കും. അതായത് ആ HTML ഫയലിൻ്റെ അകത്ത് base64 എൻകോഡഡ് ഇമേജ് ഒക്കെ വേണമെങ്കിൽ കൊടുക്കാൻ പറ്റും. അതായത് ആ ഇമേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു JPG ഫയലായിരിക്കില്ല, PNG ഫയലായിരിക്കത്തില്ല, ഒരു കോഡായിരിക്കും. ഓക്കെ, അപ്പോൾ അത് ഇനി ഇമേജ് ആണെന്ന് കമ്പ്യൂട്ടറിന് മനസ്സിലാകണമെങ്കിൽ നമ്മൾ അതിൻ്റെ ഫോർമാറ്റും കൂടെ കൊടുക്കണം, ഇല്ലേ? നമ്മൾ സാധാരണ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യുമ്പം ആ ഒരു ഫയലിന് എന്താണ് ഫോർമാറ്റിൻ്റെ .html ഉണ്ടായിരിക്കും, PNG ഉണ്ടായിരിക്കും, JPG ഉണ്ടായിരിക്കും. ഇതേപോലെ തന്നെയാണ് സെർവറിൽ നിന്ന് നമ്മളൊരു റിക്വസ്റ്റ് കൊടുക്കുമ്പം അതെന്ത് ടൈപ്പ് ഓഫ് ഫയലാണെന്നുള്ള കാര്യം കൂടെ നമ്മൾ ഡിഫൈൻ ചെയ്യണം. ഓക്കെ, സോ അങ്ങനെ ഡിഫൈൻ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് റൈറ്റ് ഹെഡുകൾ നമ്മൾ ഉപയോഗിക്കും. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഞാനിപ്പം ഈ റെസ്പോൺസ് ഡോട്ട് ആദ്യം തന്നെ നമ്മൾ കൊടുക്കേണ്ടത് അതാണ്. നമ്മളൊരു റെസ്പോൺസ് കൊടുക്കുമ്പം ഈ റെസ്പോൺസ് വരുന്നതിന് മുമ്പ് നിങ്ങൾക്ക് വരാൻ പോകുന്ന റെസ്പോൺസ് എന്ന് പറയുന്നത് ഇതുപോലെ ഒരു കണ്ടൻ്റ് ആയിരിക്കും. ഓക്കെ, ഇപ്പം ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം. എന്നെ ഒരു ക്ലയൻറ്റ് മീറ്റ് ചെയ്യുവാണ്. ഓക്കെ, ക്ലയൻറ്റ് മീറ്റ് ചെയ്യുമ്പോൾ ക്ലയൻറ്റിന് ഞാൻ റിപ്ലൈ കൊടുക്കുമ്പം ക്ലയൻറ്റിൻ്റെ അടുത്ത് ഞാൻ നേരത്തെ പറയും ഞാൻ വാട്സാപ്പിലായിരിക്കും മെസ്സേജ് അയക്കുന്നത്, ഇല്ലെങ്കിൽ ഞാൻ മെയിൽ ചെയ്തേക്കാം, അതല്ലെങ്കിൽ ഞാൻ കൊറിയർ അയച്ചേക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയും, ഇല്ലെങ്കിൽ ഞാൻ പോസ്റ്റ് ചെയ്തേക്കാം. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലയൻറ്റിൻ്റെ അടുത്ത് നേരത്തെ പറയും. എങ്കിലേ ക്ലയൻറ്റിന് അത് ചെക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. ആ ഒരു ഇപ്പം ഞാൻ വാട്സാപ്പിലാണ് മെസ്സേജ് അയക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഞാൻ എങ്ങനെയാണ് റിപ്ലൈ കൊടുക്കുന്നതെന്ന് ക്ലയൻറ്റിനൊന്നും കൊടുത്തിട്ടില്ല. അപ്പം ക്ലയൻറ്റിന് മനസ്സിലാവത്തില്ല എങ്ങനെയാണ് ഇതിൻ്റെ റിപ്ലൈ കിട്ടുന്നതെന്നുള്ള കാര്യം മനസ്സിലാവത്തില്ല. അപ്പം നമ്മൾ നേരത്തെ തന്നെ പറയുന്നു, ഒന്നെങ്കിൽ നമ്മൾ മെയിൽ സെൻഡ് ചെയ്യും, അതല്ലെങ്കിൽ നമ്മൾ വാട്സാപ്പിൽ സെൻഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ മെയിലാണ് സെൻഡ് ചെയ്യുന്നതെങ്കിൽ ക്ലയൻറ്റിന് മെയിലിൽ നോക്കിയാൽ മതി, മെയിലിൽ നമ്മുടെ റെസ്പോൺസ് വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം ക്ലയൻറ്റ് നോക്കാം. അതേപോലെ തന്നെ നമ്മളൊരു ഡാറ്റ ക്ലയൻറ്റിലേക്ക് കൊടുക്കുമ്പോൾ തന്നെ, ഇപ്പം നമ്മളൊരു സെർവറാണ്, ഈ ഒരു ഡാറ്റ ക്ലയൻറ്റിലേക്ക് കൊടുക്കുമ്പം നമ്മൾ അതിന് കൊടുക്കുന്നതിൻ്റെ മുമ്പ് തന്നെ നമ്മൾ ക്ലയൻറ്റിൻ്റെ അടുത്ത് പറഞ്ഞിരിക്കണം വരാൻ പോകുന്ന മെസ്സേജ് എന്ന് പറയുന്നത് ടെക്സ്റ്റ് മെസ്സേജ് ആയിരിക്കും, അതല്ലെങ്കിൽ PDF ഫയലായിരിക്കും, അതല്ലെങ്കിൽ MP4 ഫയലായിരിക്കും എന്നുള്ള കാര്യം നമ്മൾ നേരത്തെ തന്നെ പറയണം. നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ അതിന് ആ വരുന്ന ഡാറ്റനെ അതിനനുസരിച്ച് പ്രോസസ്സ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഇപ്പോൾ ടെക്സ്റ്റ് ഫയൽ എന്ന് പറഞ്ഞിട്ട് വരുന്നത് ഒരു ഇമേജ് ആണെങ്കിൽ ക്ലയൻറ്റ് എങ്ങനെയായിരിക്കും പ്രോസസ്സ് ചെയ്യുന്നത്, അതിനൊരു ഇമേജ് എന്ന് പറഞ്ഞ രീതിയിൽ ഫോർമാറ്റിംഗ് പ്രോസസ്സ് ചെയ്യാനായിട്ട് ശ്രമിക്കും, പക്ഷേ അത് പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്നില്ല, എന്ത് ചെയ്യും, അവിടെ എറർ ആയിരിക്കും വരുന്നത്. ഓക്കെ, സോ നമ്മൾ നേരത്തെ തന്നെ പറയണം റിസോഴ്സ് ഡോട്ട് റൈറ്റ് ഹെഡ് എന്ന് പറഞ്ഞു കൊടുക്കുക. ഓക്കെ, അപ്പം ഇവിടെ റൈറ്റ് ഹെഡ് എന്ന് പറഞ്ഞു കൊടുക്കുക. ഇവിടെ റൈറ്റ് ഹെഡ് എന്ന് പറഞ്ഞു വന്നിട്ടുണ്ട്. ഓക്കെ, റൈറ്റ് ഹെഡ് എന്ന് പറഞ്ഞു കൊടുക്കുക. ഇത് സെർവറിൻ്റെ റെസ്പോൺസ് കൊടുക്കുമ്പോൾ നമ്മൾ എല്ലാത്തിലും റൈറ്റ് ഹെഡ് എന്ന് പറഞ്ഞു കൊടുക്കണം. എന്നിട്ട് നമ്മളൊരു സ്റ്റാറ്റസ് കോഡ് കൊടുക്കണം. ഓക്കെ, സ്റ്റാറ്റസ് കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഇപ്പം നിങ്ങൾ ഒരു വെബ്സൈറ്റിലേക്ക് കയറുവാണ്. വെബ്സൈറ്റിലേക്ക് കയറുമ്പോൾ നിങ്ങൾ പറയുന്ന ഒരു പേജ് ആ വെബ്സൈറ്റിൽ ഉണ്ടായിരിക്കത്തില്ല. ഓക്കെ, ഇപ്പം nodesk.com/ എന്നിട്ട് നിങ്ങൾക്ക് തോന്നുന്ന എന്തെങ്കിലും ക്യാറ്റ് എന്ന് പറഞ്ഞൊന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ 404 എറർ ആയിരിക്കും നിങ്ങൾക്ക് വരുന്നത്, 404 എന്ന് പറഞ്ഞ് റിസൾട്ട് വരും. ഇത് നമ്മൾ സെർവർ ക്ലയൻറ്റ് കമ്മ്യൂണിക്കേഷനിൽ ഇതുപോലത്തെ കുറച്ച് സ്റ്റാറ്റസ് കോഡുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതായത് മേ ബി ആ ഒരു ഫയൽ നിങ്ങൾക്ക് റീഡ് ചെയ്യാനുള്ള പെർമിഷൻ അല്ലെങ്കിൽ അതിനൊരു കോഡ്.
ഓക്കെ. ഇനി ആ ഫയൽ അവിടെ ഇല്ലെങ്കിൽ അതിന് വേറൊരു കോഡ്. ഇനി ഫയലുണ്ട് അത് ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ അതിന് വേറൊരു കോഡ്. ഓക്കെ. ഇങ്ങനത്തെ പല കോഡുകൾ ഇപ്പോൾ 504, 404 ഇങ്ങനത്തെ ഒരുപാട് കോഡുണ്ട്. അതുപോലത്തെ ഒരു കോഡാണ് 200 എന്ന് പറഞ്ഞത്. എന്ന് വെച്ചാൽ ഫയൽ എവിടെയുണ്ട്, സക്സസ്ഫുള്ളി റിക്വസ്റ്റ് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ക്ലയൻറ്റിന് തന്നെ തിരിച്ചു കൊടുക്കുന്ന ഒരു സാധനമാണ് 200 എന്ന് പറഞ്ഞൊരു കോഡ്. ഇത് കൊടുത്തു കഴിഞ്ഞാൽ ക്ലയൻറ്റിന് മനസ്സിലാകും റിക്വസ്റ്റ് കിട്ടിയിട്ടുണ്ട്, ഫയൽ ഓക്കെ ആണ്, അവിടെ തന്നെ ഉണ്ട്. അതായത് റെഡിയാണ്, തരാനായിട്ട് റെഡിയാണ്, ക്ലയൻറ്റിന് ഇതിലേക്ക് ആക്സസ് ഉണ്ട്, തരാൻ റെഡിയാണ്. ഇതില്ലെങ്കിൽ വേറൊരു സ്റ്റാറ്റസ് കോഡ് ഇപ്പോൾ 404 എന്ന് കാണിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഫയലേ ഇല്ല എന്ന് കുറച്ച് ക്ലയൻറ്റിന് ഒരു മെസ്സേജ് നമ്മൾ അങ്ങോട്ട് സെൻഡ് ചെയ്യും. അപ്പം ക്ലയൻറ്റിന് മനസ്സിലാവും, അല്ലെങ്കിൽ അത് നിങ്ങളുടെ ബ്രൗസറിന് സംഭവം മനസ്സിലാവും ഇങ്ങനത്തെ ഒരു ഫയൽ ആ സെർവറിൽ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അതിനനുസരിച്ചൊരു മെസ്സേജ് നിങ്ങളെ കാണിച്ചു തരും. ഓക്കെ. അപ്പം അതേപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് ഓക്കെ ആണ്, 100% ഓക്കെയാണ്, ഡിലേസ് ഒന്നുമില്ല, ഇവിടെ ഫയലും ഉണ്ട്, ഞങ്ങളത് തരാൻ റെഡിയാണ്. ഇനി അത് കിട്ടാതിരുന്നിട്ടുണ്ടെങ്കിൽ സ്റ്റാറ്റസ് കോഡ് 200 ആണ് നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഫയൽ റെഡിയാണ്, അതിന് പെർമിഷൻസിൻ്റെ ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല, ഫയൽ അവിടെയുണ്ട്, നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് റെഡിയുണ്ട്. പക്ഷേ നിങ്ങൾക്കത് കിട്ടിയിട്ടില്ലെങ്കിൽ അത് നിങ്ങളുടെ സൈഡിലുള്ള ഇഷ്യൂ ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ. സോ ഇങ്ങനത്തെ സ്റ്റാറ്റസ് കോഡൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം നമ്മൾ ഇങ്ങനത്തെ ഡീബഗ് ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനത്തെ സ്റ്റാറ്റസ് കോഡൊക്കെ നോക്കിയിട്ടാണ് കണ്ടുപിടിക്കുന്നത്. ഇപ്പം നമ്മൾ ക്ലയൻറ്റിൻ്റെ സെർവറിൽ നിന്നൊരു ഡാറ്റ റിക്വസ്റ്റ് ചെയ്യുന്നു, അപ്പോൾ നമുക്ക് ഡാറ്റ നമ്മുടെ വെബ് ബ്രൗസറിൽ കാണിക്കുന്നില്ല. പക്ഷേ സ്റ്റാറ്റസ് കോഡ് 200 ആണ് വരുന്നത് എന്നുണ്ടെങ്കിൽ അതിനകത്ത് പല കാരണങ്ങളുണ്ടായിരിക്കും. അത് നിങ്ങളുടെ സൈഡിലുള്ള ഇഷ്യൂവോ അല്ലെങ്കിൽ നെറ്റ്വർക്കിലുള്ള ഇഷ്യൂ ആയിരിക്കും. പക്ഷേ ഇനി നിങ്ങൾക്ക് കാണിക്കുന്ന സ്റ്റാറ്റസ് കോഡ് 400 ആണ് കാണിക്കുന്നതെങ്കിൽ